ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങൾ? ഇന്നത്തെ വ്ളോഗ് ഇന്നലെ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുമാണ് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് അതുപോലെ അങ്ങോട്ട് ഇട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് ലൈക്കുമ്പോൾ തൊട്ടുകാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യോണ്ടി കേട്ടോ. ഇന്നത്തെ വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കോണ്ടി കേട്ടോ. ഞാൻ വയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ വല്ലാതെ എഡിറ്റും കാര്യങ്ങളൊന്നും വയ്യ. അത് അതുപോലെ അങ്ങോട്ട് എടുത്തിട്ടിക്കാണ് കേട്ടോ. ഇത് മൂത്തതാണ്. പടയാണ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മാന്തിയതാണ് ഇവിടെ മറ്റോള് കുട്ടികളിൽ ഒരാള്. അല്ല ഓള് കളിക്കൂല, ഓളാണ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മാന്തി. അപ്പൊ ഇവള് ഓളെ കഴിയുമ്പോ കളിക്കും. നല്ല വികൃതി കാട്ടും. അവിടെ നോക്കി നിക്കണം. பெரிய பாத்திரம் நீங்க எடுத்துடா காசு இருப்பான் அதுல கூட இல்ல யாரு வந்தாலும் இறக்கணில்ல இப்பமே இல்லன்னு வரைஞ்சி പിന്നെ എന്താ എടുക്കേണ്ടത്? എടുത്തേക്ക് എന്തെങ്കിലും എടുത്തേക്ക് പറയുന്നില്ല പൈസ അല്ല പക്കത്ത് വേണമെങ്കിലും എടുത്തേക്ക് ഇത് കിട്ടുവോ? നോക്ക ഒന്ന് എത്ര ഒക്കെ പടം വാങ്ങിക്കൂട്ടണേ. അല്ല ഉപകാരമല്ല വാങ്ങണ്ടേ. ഒന്നോ അതാ മതി ഒന്നതി ഒന്നോ ഒന്ന് വാങ്ങല്ലേ ചേമോളെ. അത് കുഞ്ഞി പാക്കറ്റല്ലേ, അതിലൊക്കെ ഇതിൽ 5 കിലോനോ? 5 കിലോ പഞ്ചസാര. കിലോ പഞ്ചസാര ഉള്ളൂടി. അത് വേണ്ട. അതല്പോ ഒന്ന് ഒഴിവാക്കിയത്. കുട്ടികൾക്ക് കളിച്ചാൽ നിങ്ങള് പണിയെടുക്കുന്ന സാധനങ്ങളല്ലേ കൊടുത്താല്. മതി മതി. രണ്ടെണ്ണം ഉള്ളൂ. എന്ത് നിനക്ക് എത്രയാണ്? പറയാൻ പറ്റില്ല ചേച്ചി കൊണ്ടുപോകണ്ട അതൊക്കെ കൊടുത്താ ചേച്ചിക്കാണ്. ഇതിനെത്ര 100? ഇതിന് ഇതിന് 120. 120. ഇതിന് 100. പ്ലാസ്റ്റിക് അല്ലേ മണ്ണൊക്കെ തരില്ലെന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞില്ല. ആ താത്ത അവിടെ പോയി അത് പണിക്കോയിക്കോ. ശരിയായോ? ഞാനങ്ങനെ പോലെ വല്ലാതെ ഇപ്പം അടുത്ത് വന്നിട്ടുള്ളൂ. അവിടെ താമസം മാറിയിട്ട്. അപ്പൊ ഒരുപാട് വല്ല അല്ലല്ല സ്വന്തം വീടാണ്. അത് അപ്പൊ എന്നോട് തന്നെ കുറച്ച് സാധനം കൊടുക്കാം. ഈ ഓട്ടിന്റെ പോലെ പൈസ അയക്കാം. എത്ര പൈസ നമ്മൾ തമിഴ്നാടാണ്. +2 കഴിഞ്ഞ് ഒന്നിച്ച് കോളേജ് പോകുന്നുണ്ട്. അവിടെയാണ് ഞാൻ പോകും.
അവരെ നിങ്ങളൊക്കെ ഹസ്ബൻഡ് ഈ പറയും ഒരു ദിവസം ഓർമ്മയോട് പോയിട്ട് ഏട്ടാ സാധനം ഉണ്ടോ ഞാൻ ചോദിച്ചു ഒന്നും കൂടിയിട്ടില്ല സാധനം ഉണ്ടോന്ന് ചോദിച്ചത് അവൻ ഹിന്ദുക്കളാണ് ലക്ഷ്മി ഇവിടെ വരും പുറത്തേക്ക് ഒരു ലക്ഷ്മി ഇവിടെ പുറത്തേക്ക് വരുന്ന പറഞ്ഞു എന്താടാ ലക്ഷ്മി ലക്ഷ്മി ചെല്ല് വേഗം എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അങ്ങനെ പറയുന്നത് എന്താ പ്രശ്നം? ഒന്നില്ല ഒന്നും ചോദിച്ചിട്ടില്ല കടയിൽ നാളെ പേടിച്ചു പോയി അതെ എല്ലാവരുടെ കണ്ണുകൊണ്ട് കാണുന്നത് പലർക്കും പല സ്വഭാവങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞത് കാക്കു ഏട്ടാ ഒന്ന് വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്നെ വർത്തമാനം പറയല ഒന്നും കൊണ്ടുപോയിട്ടില്ല ചേച്ചി പഴയതെന്തെങ്കിലും ചോദിച്ചിട്ടില്ല ചുമ്മാ ഇവിടെ അത്ര തന്നെ എന്തായിട്ട് അങ്ങനെ പറയുന്നത് എല്ലാ ആളും ഒരാളില്ല ഓളുടെ എടുത്തോളി എന്ത് പൊട്ട ഉണക്ക് എന്താ നിങ്ങൾക്കൊരു പേടിയില്ലല്ലേ? കളവ് ചെയ്തിക്കണമെങ്കിൽ പേടിച്ചോണ്ടുള്ളൂ, അല്ലെങ്കിൽ എവിടെയും പേടിച്ചു ആരുടെ തല വിളിച്ചത്. വീട്ടുകാരങ്ങനെയാണ്. അങ്ങക്കൂല്ലേ കുട്ടികള്? പല ആളുകളും ഉണ്ട് ഇതിൽ തന്നെ, പല ആളുകളുണ്ട്. നമ്മള് വീട്ടിലൊക്കെ കാണില്ലേ അല്ലേ? നല്ല മനുഷ്യന്മാരുണ്ട്, അല്ലാത്തവരും ഉണ്ടേ. അങ്ങനെ ഉണ്ടാവുമ്പോ നിങ്ങളെ പോലെ ആളുകളാണ് കുടുങ്ങുക അല്ലേ? നല്ല മനുഷ്യന്മാര് കുടുങ്ങും. ഞങ്ങളവിടെ മഞ്ചേരി ആയിരുന്നു ഒരു ചേച്ചി വരുന്നുണ്ട്, യുഗമ്മ മല്ലിക മഞ്ചേരി. നല്ല സുന്ദരി പെണ്ണ്. അവിടെ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നേരി മല്ലി അരിയുമെന്ന് പറഞ്ഞു മല്ലിക നല്ല ഒരു പെൺകുട്ടിയാണ്. അതെ, ഇവിടെ നാട്ടില് നിന്ന് അധ്വാനിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ നല്ല ഒരു ഇതുണ്ടാവും ഒന്ന് തടി ചെറിയ കുട്ടിയാന്ന് വന്നതാണ് അമ്മയുടെ കൂടെ. ഇപ്പൊ വലിയ പക്ഷെ നല്ല ഒരു നമ്മൾ ഓരോ കറി പോകുമ്പോൾ ഒന്നൊന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും. നല്ലൊരു പല സ്വഭാവമായിരിക്കും. ഇപ്പൊ നിൽക്കണ ഇങ്ങനെ കഷ്ടപ്പാട് എഴുതി 4 കുട്ടികൾ 5 കുട്ടികൾ ചെയ്യാൻ തോന്നൂല. 6 കുട്ടികളുണ്ട് പറയുമ്പോ തന്നെ അവരെ ചെലവ് കാര്യങ്ങളൊക്കെ ഒരുപാട് അധ്വാനം ഉണ്ടാവും. അതുപോലത്തെ നമ്മളോട് പഠിക്കാൻ പറ്റും. മലയാളം അറിയാലോ നല്ലോണം. ഇവിടെ നല്ല കുറച്ച് കുടിക്കാൻ മുറുക്ക് കുടിച്ചോ? ചൂട് വെള്ളം കളിക്കണം. നിങ്ങൾക്ക് നാളെ ഞാൻ വീഡിയോയിൽ കാണണോ? മക്കളെ വലിയ കുട്ടികളെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു പ്രൊമോഷനും കൂടി ആയിക്കോളും. ഇരിക്കണം. അപ്പം നിന്നു. അപ്പം രാവിലെ കഴിച്ചോ? പക്ഷേ ചായ എന്താ കടി? ദോശ ഉണ്ട്, വേണോ? പിന്നെ വൈകുന്നേരം ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിക്കില്ല. അമ്മ ഒരു ഇതായി പോയി ഇരുന്ന് കുടി.